നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കടം ചോദിച്ച മുഖ്യമന്ത്രി ഡൽഹിയിൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. ആശമാരെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പിണറായി വിജയൻ. അനൗദ്യോഗിക കൂടിക്കാഴ്ചയെന്ന സംസ്ഥാന സർക്കാർ. മൗറീഷ്യസ് പ്രധാനമന്ത്രിയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ച് നരേന്ദ്രമോദി. മൗറീഷ്യസിൽ 20 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഭാരത സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതികൾ. ഹരിയാന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും താമര വസന്തം. 11-ൽ 10 കോർപ്പറേഷനുകളും തൂത്തുവാരി BJP. കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി. പാകിസ്ഥാനെ വിറപ്പിച്ച ബലൂചിസ്ഥാൻ വിമോചന സേന. ഇനിയും ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയെന്ന് മുന്നറിയിപ്പ്. 20 പാക് സൈനികർ കൊല്ലപ്പെട്ടു. റഷ്യ-യുക്രൈൻ സമാധാന കരാർ സാധ്യത തെളിയുന്നു. 1 മാസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന് യുക്രൈൻ. സമാധാനം മാത്രം ലക്ഷ്യമെന്ന് സെലൻസ്കി. സൈനിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് അമേരിക്ക. വിശദമായ വാർത്തകളിലേക്ക്. പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ വിമോചന സേന. പാക് സൈന്യം ഇനിയും ആക്രമിക്കാനൊരുങ്ങിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനോടകം തന്നെ 30 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചു. പോരാട്ടം ശക്തമായതോടെ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ സൈന്യം. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്തിനായാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഒരു നടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ. ഒരു വലിയൊരു സ്ഫോടനം റെയിൽപാളത്തിലുണ്ടാക്കി ആ ഒരു ട്രെയിൻ അടക്കം കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ റാഞ്ചി എടുക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല. വീണ്ടും അതിൽ കൂടുതൽ ഒരു പ്രതിരോധം തീർക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഒരു വിഷയം വഴിമാറുകയാണ്. ഐസൺ, ഒരുപക്ഷെ നിലവിലെ ഈ ഒരു സ്ഥിതിഗതികൾ ഇനി അതിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്താകും? ഐസൺ, കേൾക്കാമെങ്കിൽ എന്താണ് നിലവിലെ സാഹചര്യം? ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? ഐസൺ, ബലൂചിസ്ഥാനിൻ്റെ ആ ഒരു വിമോചന സേനയുടെ ആ ഒരു പ്രതിരോധമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി നിലനിൽക്കുന്നത്. ഇനിയും ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും വിഷ്ണു, ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ആ മേഖലയിൽ, നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ഈ ട്രെയിൻ പിടികൂടിയ മേഖല ഖൈബർ പങ്ക്തുങ്ക ഉൾപ്പെടെയുള്ള മേഖലയിൽ കാര്യമായ രീതിയിലുള്ള ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഈ ആക്രമണത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ് കടുത്ത നടപടികളിലേക്ക് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉണ്ടായ നടപടികൾ, ബന്ദികളായി പിടിക്കുന്ന സാഹചര്യവും അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ബന്ദികളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ലഭ്യമാകുമ്പോൾ ആ റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 195ഓളം പേരെ വിട്ടയച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളാണ്. അത്തരത്തിൽ വിട്ടയച്ചവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റാനൊക്കെ ശ്രമം നടക്കുന്നു എന്നും പറയുന്നുണ്ട്. 27 പേർ കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ആ മേഖലയിലെ പാകിസ്ഥാന്റെ അതിശക്തമായ സാന്നിധ്യം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ അവിടെ ആവശ്യമുണ്ട്, അത് സ്ഥാപിക്കപ്പെടണം എന്ന നിലപാടുള്ളവരാണ്. ഈ നിലപാട് കുറെ കൂടി കടുപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു നീക്കം ഒരു നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു നീക്കം തന്നെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ് ഈ ട്രെയിൻ പിടികൂടുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ കാര്യമായി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഖൈബർ പങ്ക്തുങ്ക മേഖലയിലെല്ലാം തന്നെ വലിയൊരു മേഖല, അതായത് ഭൗമശാസ്ത്രപരമായി പരിശോധിക്കുമ്പോൾ വലിയൊരു മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് എങ്കിൽ കൂടി
ഭൗമശാസ്ത്രപരമായ ജനസംഖ്യാപരമായി പരിശോധിക്കുമ്പോൾ വലിയ ജനസംഖ്യാ സാന്നിധ്യം ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ്. ഈ സ്റ്റേഷനും അതുപോലെ തന്നെ അനുബന്ധമായ ദുർഘടമായി എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും മലമ്പ്രദേശങ്ങളും ഒക്കെ ആയതിനാൽ തന്നെ മനുഷ്യവാസം അതിന്റെ താഴ്വരയിലാണ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ തോതിലുള്ള ജനവാസമില്ല എങ്കിലും വലിയൊരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിലേക്കെല്ലാം തന്നെ അതിർത്തിയിലേക്കും എല്ലാം തന്നെ സൈനികരെ വിന്യസിക്കുക കൂടി ലക്ഷ്യം വെച്ചാണ് ഈ ട്രെയിൻ അങ്ങോട്ട് പോവുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ പോയ ട്രെയിനിനെയാണ് ഇപ്പോൾ ആക്രമിക്കുകയും മറ്റും ഇപ്പോൾ ഇത്തരത്തിൽ പിടികൂടുകയും ആ ടണലിന് മുന്നിൽ വെച്ച് പിടിച്ചെടുക്കുകയും അവരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്ര ബലൂചിസ്ഥാന് വേണ്ടിയുള്ള ശക്തമായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന നീക്കം തന്നെയാണ് അപ്പോൾ ബലൂജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. മൗറീഷ്യസിന്റെ സമുദ്ര അതിർത്തി സംരക്ഷിക്കാനുള്ള പിന്തുണ ഭാരതം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൗറീഷ്യസ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. MSME, സമുദ്ര പഠനം തുടങ്ങി വിവിധ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും. തന്ത്രപ്രധാനമായ നിരവധി രംഗങ്ങളിൽ സഹകരിക്കാനാണ് ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ ധാരണയായത്. MSME, സമുദ്രപഠനം, ഭരണപരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കും. ഭാരതം മൗറീഷ്യസിൽ നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്രയും ചേർന്ന് നിർവഹിച്ചു. സാമൂഹിക സാമ്പത്തിക രംഗത്ത് ഭാരതം മൗറീഷ്യസിന് മികച്ച സഹകരണം നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹിരാകാശ രംഗത്തും ശാസ്ത്ര സാങ്കേതിക വിദ്യാ രംഗത്തും ഇരു രാജ്യങ്ങളുടെയും സഹകരണം ശക്തമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികച്ച പിന്തുണയ്ക്ക് മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര നന്ദിയും പറഞ്ഞു. മൗറീഷ്യസിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ സമുദ്രാതിർത്തി സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. സൗഭാഗ്യം മിലാ ഹൈ. ഭാരത് और मॉरिशस पार्टनरशिप केवल हमारे ऐतिहासिक संबंधों तक सीमित नहीं है. ये साझा मूल्यों, आपसी विश्वास और उज्जवल भविष्य के एक समान दृष्टिकोण पर आधारित है. हमारे संबंधों को आपने हमेशा नेतृत्व प्रदान किया है और इसी नेतृत्व के बल पर हमारी साझेदारी हर क्षेत्र में നിരന്തര മജബൂത് ഹോ രഹി ഹൈ. ഇരു രാജ്യങ്ങളും തുടർന്നും വിവിധ രംഗങ്ങളിൽ മികച്ച സഹകരണം ഉറപ്പാക്കും. മൗറീഷ്യസ് പാർലമെന്റ് കെട്ടിട നിർമ്മാണത്തിന് ഭാരതം സഹായം നൽകും. നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ വിഷയങ്ങളിലും സഹകരിക്കും. മൗറീഷ്യസ് പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി ഭാരതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. US വൈസ് പ്രസിഡന്റും പത്നി ഭാരതം സന്ദർശിക്കും. JD വാൻസും ഉഷ വാൻസും ഈ മാസം അവസാനത്തോടെയാകും ഇന്ത്യയിലേക്ക് എത്തുക. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായ മറ്റൊരു സന്ദർശനം കൂടി ഭാരതത്തിൽ പ്രതീക്ഷിക്കുകയാണ്. എപ്പോഴാകും ആ ഒരു സന്ദർശനം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാകും? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ മാസം അവസാനത്തോടു കൂടി സന്ദർശനം ഉണ്ടാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ മാസത്തിന്റെ അവസാന ഘട്ടത്തിന് തൊട്ട് മുമ്പോ എല്ലാം തന്നെ സന്ദർശനം JD വാൻസിന്റെയും ഭാര്യ ഉഷ വാൻസിന്റെയും സന്ദർശനം ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, JD വാൻസ് ഭാരതത്തിലെത്തുമ്പോൾ നിരവധിയായ ധാരണകൾ ഉണ്ടാകും. അത് വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ സാധ്യമാക്കുന്ന പല ധാരണകളും ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഈ സൂചനകളെല്ലാം അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഈ സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. മറ്റു നിരവധിയായ സാമ്പത്തിക വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് നികുതി സംബന്ധിച്ചുള്ള താരതമ്യങ്ങളും അത്തരത്തിലുള്ള ചില വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയുണ്ടാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൗതുകകരമായ കാര്യം, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഭാരത വംശജ കൂടിയാണ്. അവർ സെക്കൻഡ് ലേഡിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം അവർ ആദ്യമായാണ് ഭാരതത്തിൽ എത്തുന്നത്. അത്തരത്തിലുള്ള പ്രത്യേകത കൂടി, കൗതുകകരമായ ഒരു പ്രത്യേകത കൂടി ഈ സന്ദർശനത്തിനുണ്ട് എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തുളസി ഗബ്ബാർഡും ഭാരതത്തിൽ എത്തുമെന്ന സൂചനകൾ ലഭ്യമായിരുന്നു. അതും ഇത്തരത്തിൽ ഈ മാസം തന്നെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഏത് ദിവസമാണ് അവരുടെ സന്ദർശനം ഉണ്ടാകുക എന്നത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സ്ഥിരീകരണം കൂടി ലഭ്യമാകുന്നതോടുകൂടി ഈ രണ്ട് നേതാക്കളും ഭാരതത്തിൽ എത്തുകയും വിശാലമായ ചർച്ചകൾക്കുള്ള സാധ്യത തുറന്നു കിട്ടുകയും ചെയ്യും. നിരവധി ധാരണകൾ ഉണ്ടാകുകയും ചെയ്യുമെന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് JD വാൻസിനോടൊപ്പം തുളസി ഗബ്ബാർഡ് അല്ലെങ്കിൽ അതിനൊപ്പമോ അല്ലെങ്കിൽ ഈ അടുത്ത ഇടവേളകളിലോ അവർ എത്തുമ്പോൾ ഭാരതത്തിന്റെ നിരവധിയായ ഇന്റലിജൻസ് വിവരങ്ങളുണ്ട്. അവർ ഇന്റലിജൻസ് മേധാവി കൂടിയാണ്. ഇന്റലിജൻസ് വിവരങ്ങൾ ഭാരതവുമായി കൈമാറ്റം ചെയ്യുന്നത് സംബന്ധിച്ച് നിരവധി കരാറുകളും അതുപോലെ തന്നെ പല ധാരണകളും ഒപ്പുവെക്കേണ്ടിയുണ്ട്. അത്തരത്തിലുള്ള ധാരണകളിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ നമ്മൾ മുംബൈ ഭീകരാക്രമണത്തിലെ പിടികിട്ടാപ്പുള്ളിയായ അല്ലെങ്കിൽ മുംബൈ ഭീകരാക്രമണത്തിൽ അവിടെ കഴിയുന്ന അമേരിക്കയിൽ കഴിയുന്ന മുഖ്യപ്രതിയായ തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ചില പ്രത്യേക ധാരണകളും ചർച്ചകളും ഉണ്ടാകുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. വിഷ്ണു. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. യുക്രൈൻ യുദ്ധം ശാശ്വതമായ സമാധാനത്തിലേക്ക് 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന് യുക്രൈൻ അറിയിച്ചു. സൗദി അറേബ്യയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് യുക്രൈൻ നിലപാട് അറിയിച്ചത്. വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് യുക്രൈനുള്ള സൈനിക സഹായം അമേരിക്ക പുനഃസ്ഥാപിക്കും. സൗദി അറേബ്യയിൽ നടന്ന US സ്റ്റേറ്റ് സെക്രട്ടറിയുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് യുക്രൈൻ വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചത്. വെടിനിർത്തൽ കരാറിന് യുക്രൈൻ തയ്യാറായത് അനുകൂല സൂചനയെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തടഞ്ഞുവെച്ച സൈനിക സഹായം പുനഃസ്ഥാപിക്കുന്നതുൾപ്പെടെ അമേരിക്ക വീണ്ടും പരിഗണിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. The last visit you saw at the Oval Office, and so that's a total ceasefire. Ukraine has agreed to it, and hopefully Russia will agree to it. We're going to meet with them later on today and tomorrow, and hopefully we'll be able to wipe out a deal. But I think the ceasefire is very important. If we can get Russia to do it, that'll be great. If we can't, we just keep going on, and people are going to get killed. Lots of people. യുക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നതായി പ്രസിഡന്റ് സെലൻസ്കിയും വ്യക്തമാക്കി. Більшу частину дня сьогодні тривала розмова, і розмова була хорошою, конструктивною. Наші команди встигли обговорити багато деталей. Наша позиція абсолютно чітка. Україна прагне миру від першої секунди війни. І ми хочемо зробити все, щоб мир був досягнутий якнайшвидше і надійно, так, щоб війни більше не було. റഷ്യയുടെ നിലപാട് നിർണായകമെന്ന് സൗദി അറേബ്യയിൽ യുക്രൈനുമായുള്ള ചർച്ച നയിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ചർച്ചകൾ തുടരാൻ ഡൊണാൾഡ് ട്രംപ് വോളോഡിമർ സെലൻസ്കിയെയും വ്ളാഡിമർ പുടിനെയും അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ കൂടുതൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് പുനരധിവാസം, വിഴിഞ്ഞം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായി. ആശാപ്രവർത്തകരുടെ പ്രശ്നം മുഖ്യമന്ത്രി ഉന്നയിച്ചില്ല. അതേസമയം ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അനൌദ്യോഗികമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഡൽഹിയിൽ കേരള ഹൌസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കൂടുതൽ ധനസഹായം അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി ചർച്ചയിൽ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം നൽകിയ വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകണമെന്നും കേന്ദ്ര പദ്ധതികളിൽ വിവിധ കാരണങ്ങളാൽ ലഭിക്കാതിരുന്ന ധനസഹായം അനുവദിക്കുന്നതും ചർച്ച ചെയ്തു. വിഴിഞ്ഞം കൂടാതെ കേരളത്തിന്റെ വികസന പദ്ധതികൾ സംബന്ധിച്ചും അനുകൂല സമീപനമുണ്ടാകണമെന്നും മുഖ്യമന്ത്രി ഉന്നയിച്ചു. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ചർച്ചകൾ നടത്താമെന്ന് നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകി. കേരള ഹൌസിൽ ഒരുക്കിയ പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. അതേസമയം ആശാപ്രവർത്തകരുടെ വിഷയം മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തില്ല. ആശാപ്രവർത്തകർക്ക് വേതനം വർദ്ധിപ്പിക്കുമെന്നും ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട മുഴുവൻ കുടിശ്ശികയും കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുന്ന സാഹചര്യത്തിൽ 516 തീർത്ഥാടകരുടെ യാത്ര കണ്ണൂർ വഴിയാക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി അറിയിച്ചു. കണ്ണൂരിനെയും കൊച്ചിയെയും അപേക്ഷിച്ച് കോഴിക്കോട് 40,000 രൂപ അധികമാണ്. അതുകൊണ്ട് തന്നെ 3000 പേരാണ് സാമ്പത്തിക പ്രയാസം കാരണം കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. ഈ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരെ മാറ്റുന്നതെന്ന് AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഈ ആളുകളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 516 തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3000-ഓളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണമെന്നുള്ള അപേക്ഷ തന്നിട്ടുണ്ട്. ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള
ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത്. മഹാരാഷ്ട്രയിൽ ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോൺഗ്രസ് സർക്കാർ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കൈമാറിയതിനാൽ നിയമപരമായി മാത്രമേ അത് നീക്കം ചെയ്യാനാകൂ എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അറിയിച്ചു. സത്താറ MP ഉദയൻ രാജെ ഭോസലെയാണ് ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്രയിൽ ഛത്രപതി സംഭാജി നഗറിൽ ഗുലാബാദിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഭാരതീയ സംസ്കാരത്തെയും ഹൈന്ദവ സമൂഹത്തെയും ക്രൂരമായി ആക്രമിച്ച ഔറംഗസേബിന്റെ ശവകുടീരം JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കണമെന്ന് ശിവാജി മഹാരാജിന്റെ പിൻഗാമിയും BJPയുടെ സത്താറ MPയുമായ ഉദയൻ രാജെ ഭോസ്ലെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിറകെയാണ് ശവകുടീരം പൊളിച്ചു കളയണമെന്ന ചർച്ച സംസ്ഥാനത്ത് സജീവമായത്. മുൻ കോൺഗ്രസ് സർക്കാർ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറി സംരക്ഷിച്ചതിനാൽ നിയമപരമായി മാത്രമേ ശവകുടീരം നീക്കം ചെയ്യാനാകൂ എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. പക്ഷേ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാനെന്നും നിലവിൽ ശവകുടീരം സംരക്ഷിത സ്ഥലമാണെന്നും ദേവേന്ദ്ര ഫഡ്നാവിസ് കൂട്ടിച്ചേർത്തു. കാശിയും മധുരയും ഉൾപ്പെടെ ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങളിൽ ക്ഷേത്രം തകർക്കുകയും അത് അഭിമാനമായി രേഖപ്പെടുത്തുകയും ചെയ്ത ഔറംഗസേബിന്റെ അവശേഷിപ്പുകൾ എടുത്തു കളയണമെന്ന് നേരത്തെയും അഭിപ്രായമുയർന്നിരുന്നു. ജനം, ഡൽഹി. കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി BJP. ഹരിയാനയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് മിന്നും വിജയം. 11-ൽ 10 മുനിസിപ്പൽ കോർപ്പറേഷനുകളും BJPയുടെ മേയർ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മുനിസിപ്പൽ കൗൺസിലിലും മുനിസിപ്പൽ കമ്മിറ്റിയിലും BJP ആധിപത്യം ഉറപ്പാക്കി. ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന ഗുരുഗ്രാം, ഫരീദാബാദ് എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്ക് പുറമെ കോൺഗ്രസിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന റോഹ്തക് മുനിസിപ്പൽ കോർപ്പറേഷനിലും BJPക്ക് മികച്ച വിജയം നേടാനായി. കൂടാതെ ഹിസാർ, കർണാൽ, യമുനാനഗർ, പാനിപത്, അംബാല, സോനിപത്, പഞ്ച്കുള എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളും BJPക്കൊപ്പം നിന്നു. 11-ൽ 10 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും BJP ആധിപത്യം സ്ഥാപിച്ചപ്പോൾ BJPയിൽ നിന്ന് മാറി റിബലായി മത്സരിച്ച ഡോക്ടർ ഇന്ദ്രജിത് യാദവാണ് മനേസർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വിജയിച്ചത്. 21 മുനിസിപ്പൽ കൗൺസിലുകളിലേക്ക് നടന്ന മത്സരത്തിലും BJPക്ക് നേട്ടമായി. 58 മുനിസിപ്പൽ കമ്മിറ്റിയിലും BJP തന്നെയാണ് വിജയക്കൊടി പാറിച്ചത്. അതേസമയം ദേശീയ നേതാക്കളടക്കം ഹരിയാനയിലെത്തി പ്രവർത്തിച്ചിട്ടും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ലഭിച്ചത്. ആം ആദ്മി പാർട്ടിയും മത്സരത്തിന് ഇറങ്ങിയെങ്കിലും പരാജയമായിരുന്നു ഫലം. കഴിഞ്ഞ ഒക്ടോബറിൽ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കനത്ത തിരിച്ചടി നൽകി BJP വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയിരുന്നു. ജനം, ഡൽഹി. ഡൽഹിയിൽ 3 ദിവസമായി ചേർന്ന ABVP സ്റ്റുഡൻസ് പാർലമെന്റിന് പരിസമാപ്തിയായി. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റുഡൻസ് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യാതിഥിയായി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 95 വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. RSS സർക്കാരിവാഹ CR മുകുന്ദ, ABVP സംഘടനാ സെക്രട്ടറി ആശിഷ് ചൗഹാൻ, ദേശീയ ജനറൽ സെക്രട്ടറി വീരേന്ദ്ര സോളങ്കി തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും വാർത്തകളിലേക്ക്. ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചുള്ള മുംബൈയിലെ കല്യാണിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണം നടക്കും. ജെറി മേറി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിലാകും സനാതന മൂല്യം വിളിച്ചോതുന്ന ഈ ചടങ്ങ് നടക്കുക. നാളെ രാവിലെ 10:15 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുക. 11:15 പൊങ്കാല സമർപ്പണം നടക്കും. ബ്രഹ്മശ്രീ അഷ്ടമൂർത്തി തിരുമേനിയുടെ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ നടക്കുന്നത്. ആറ്റുകാൽ വിശേഷങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല. പുണ്യം നിവേദ്യം പവേർഡ് ബൈ വനിതകൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഇൻ അസോസിയേഷൻ വിത്ത് BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. Edapalli, Trivandrum. ജയലക്ഷ്മി, ദി ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ. SUT Hospital, pioneering the path of healthcare excellence. ആറ്റുകാൽ ദേവി ഹോസ്പിറ്റൽ, ആരോഗ്യത്തിന് അമ്മയുടെ കരുതൽ. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തിയുടെ നിറവിലാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും.
നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാലയ്ക്കുള്ള അടുപ്പുകൾ ഇതിനോടകം തന്നെ നിരന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ തമ്പാനൂരിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം ലോകമെങ്ങും കീർത്തി കേട്ട ആ ഒരു ചൈതന്യം തന്നെയാണ് ആറ്റുകാൽ അമ്മയുടേത്. ആറ്റുകാൽ പൊങ്കാല ഒക്കെ തന്നെയും വളരെയധികം ലോകമെങ്ങും പ്രസിദ്ധി ആർജിച്ച കാര്യം തന്നെയാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾ കൂടി, ഭക്തർ കൂടി എത്തുന്ന ഒരു കാഴ്ചയല്ലേ ഉള്ളത്? വിഷ്ണു, അനന്തപുരിയെ യാഗശാലയാക്കുവാൻ ആ യാഗശാലയിലേക്കുള്ള ഭക്തരുടെ വലിയ ഒഴുക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ അനന്തപുരിയുടെ ഹൃദയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനും മറുഭാഗത്ത് KSRTC ബസ് ടെർമിനലും. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്ന ഈ ഹൃദയഭാഗത്ത് ഇപ്പോൾ ഭക്തരുടെ ഒരു പ്രവാഹമാണ്. നിരവധി ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുക. നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് നിരവധി ചേച്ചിമാരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? കാസർഗോഡ് തച്ചങ്ങാട് നിന്ന് വരുന്നത്. നേരത്തെ വരാറുണ്ടോ ഇവിടെ? ഒരു വർഷം വന്നു. കഴിഞ്ഞ വർഷമല്ല, അതിന് മുന്നത്തെ വർഷം വന്നു. അല്ല, ഇവരെല്ലാവരും കാസർഗോഡാണ്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. റെയിൽവേ സ്റ്റേഷനിലെ അവിടെ തന്നെയാണ്. ഇന്നത്തെ രാത്രി ഇവിടെ കഴിച്ചു കിട്ടും? ഇവിടെ കഴിച്ചു കിട്ടും. കാസർഗോഡ് നിന്ന് കേരളത്തിന് അങ്ങേ അറ്റമാണ്. അവിടെ നിന്ന് ഇവിടെ വരികയാണ്. എന്താ ഇത്ര ഒരു പ്രത്യേകത? അവിടെ നിന്ന് നിങ്ങളുടെ ഇവിടേക്ക് വരികയും ഈ പൊങ്കാലയും ആറ്റുകാലമ്മയുടെ വലിയ ഭക്തിയാണോ? ഭയങ്കര എല്ലാം നല്ല ഭക്തിയോടെയാണ്. അതുമല്ല, നമുക്ക് ആറ്റുകാലമ്മ ഭയങ്കര ഫേമസ് ആയിട്ട ഒരു സ്ഥലമാണ് തമ്പാനൂര്. അതുകൊണ്ട് നമുക്ക് വലിയ ഭക്തിയോടെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം, അങ്ങനെയാണോ? അതുണ്ട്. ഈ പ്രാവശ്യം വന്നു, അപ്പൊ പിന്നെയും വരണമെന്ന് തോന്നുന്നുണ്ട്. വന്ന ഒരു പ്രതികൂല കാലാവസ്ഥയാണ്. മഴയുണ്ടാകാം, മഞ്ഞുണ്ടാകാം. ആ പ്രതികൂല കാലാവസ്ഥയൊക്കെ തരണം ചെയ്ത് ഇവിടെ ഇരിക്കുവാണ്. അപ്പൊ അത്രത്തോളം അമ്മയോടുള്ള ഭക്തി ഉണ്ടല്ലേ? അത് തന്നെയാണ്. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തജനങ്ങൾ പ്രതികരിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും മറികടന്നാണ് അവർ ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളാണ് രാജ്യവ്യാപകമായി അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയും വിദേശത്തു നിന്നൊക്കെയും എത്തിച്ചേർന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.